ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കടലക്കറി. കടലക്കറി ഒരു എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് കാണും നോക്കിയാൽ. പക്ഷേ ഈ കടലക്കറി ഒരു സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കടല വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഈ വീട്ടിൽ, നമ്മുടെ വീട്ടിലല്ല, ഈ വീട്ടിൽ എനിക്ക് തോന്നി ഈ കടലയുടെ കൂടെ ആ ടേസ്റ്റ്, കടലയുടെ രുചി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ, ചെറുതായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് കാണിക്കാൻ ഈ ക്യാരറ്റ് ചേരും എന്ന്. ഈ ക്യാരറ്റ് ഞാൻ അവിയലിലും ഇടാറില്ല, സാമ്പാറിലും ഇടാറില്ല. എല്ലാം പഴയ രീതിക്ക് ഒത്തൻറ്റിക്കായിട്ടുള്ള കഷ്ണങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. കടല അതുകൊണ്ട് ഇത് ഒത്തൻറ്റിക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു ശകലം മോഡേണ. ഇതൊരു കഷ്ടിച്ച് 200 ഗ്രാം കടലയാണ്. ഒരു കപ്പിന് പറഞ്ഞാൽ 1.5 കപ്പ് തന്നെ ഇല്ല. കുതിർത്ത് ഇന്നലെ കഴുകി വെള്ളത്തിലിട്ട് ഇന്ന് വീണ്ടും പല പ്രാവശ്യം കഴുകി എടുത്തു വച്ചിരിക്കുന്ന കടലയായത്. അതിൻ്റെ കൂടെയുള്ള അനുസാരിപ്പുകൾ 2 ക്യാരറ്റ്, ഏതാണ്ടൊരു കടലയുടെ വലിപ്പത്തിൽ, കണ്ടോ, ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ്. ഇത് വേകുമ്പോഴേ ഇടും. കടല വേകാൻ വയ്ക്കുമ്പോൾ ക്യാരറ്റും കൂടെ അങ്ങ് ഇടും. പിന്നെ 2 ചെറിയ സബോളയായിരുന്നു, 2 സബോള അതുപോലെ തന്നെ അരിഞ്ഞത്. പിന്നെ ഇതൊരു തക്കാളിയാണ്, പക്ഷെ കളറില്ല. ചിലപ്പോൾ അങ്ങനത്തെയും നമുക്ക് കിട്ടുമല്ലോ. കളർ കുറഞ്ഞ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കൂടെ ചേർക്കുന്നത് ഒരല്പം ഇഞ്ചി, ഒരല്പം വെളുത്തുള്ളി. ഇതൊക്കെ വറുത്ത് ചേർത്താലും മതി. വെളുത്തുള്ളി ഒക്കെ ഗ്യാസിൻ്റെ ഒരു ഉപദ്രവമുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇതിന് ചേർക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒരു പച്ചമുളകും. ഇതെല്ലാം കൂടെ ഇട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. എന്നിട്ട് അരപ്പ് ചേർക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കഷ്ടിച്ച് 1.5 കപ്പ് കടല കുതിർത്തതിട്ടു. ഇപ്പം ഇത് 1.5 കപ്പിലൊക്കെ കൂടുതലുണ്ട് കേട്ടോ കുതിർന്നപ്പം. അതിലേക്ക് രണ്ടാമത്തെ ഐറ്റം 2 ക്യാരറ്റ് കടല പോലെ അരിഞ്ഞത്, അതായത് ചെറിയ ക്യൂബ്സായിട്ട് 1 കപ്പ് കഷ്ണം ചേർത്തു. പിന്നെ ഇതിലേക്ക് സബോള അരിഞ്ഞതിട്ടു, ഏകദേശം 1 കപ്പ് വീതം. തക്കാളി 1/2 കപ്പേ ഉള്ളൂ, അതും അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട്. പിന്നെ നമ്മളിടുന്നത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്, ഇത്രയും ഇട്ടു. 1 പച്ചമുളക് ഇട്ടു. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർക്കണം ഇതിലേക്ക്. അപ്പോൾ ഈ മുളകിട്ട കൊണ്ട് കഷ്ണത്തിന് പിടിക്കാനുള്ള, കടലയുടെ ഉള്ളിലൊക്കെ കയറാനുള്ള എരിവ് ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് വെള്ളം ഒഴിക്കാം. മുഴുവൻ ഉപ്പും ഇപ്പോഴേ ഞാൻ ഇടുകയില്ല. ഒരു കുറച്ചുപ്പ്, കഷ്ണത്തെ പിടിക്കാനുള്ള ഉപ്പ് ആദ്യം തന്നെ കൊടുക്കണം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇളക്കിയിട്ട്, ഇപ്പം നമ്മളെല്ലാ കൂട്ടവും ചേർത്തു. അതായത് ഉപ്പ്, മഞ്ഞൾ, ബാക്കി നേരത്തെ പറഞ്ഞ എല്ലാ സാധനങ്ങളും. മുളക് പൊടി ഇട്ടിട്ടില്ല, കാരണം പച്ചമുളകിൻ്റെ കിട്ടട്ടെ എന്ന് വിചാരിച്ച. അടയ്ക്കുകയാണേ. ഇനി ഇച്ചിരി ആവി വന്നിട്ട് വെയിറ്റിട്ട് ഒരു കഷ്ടിച്ച് 25 മിനിറ്റൊക്കെ ഞാൻ വേവിക്കും. നല്ലപോലെ വെന്തിരിക്കണം ഇത്. വെന്തില്ലെങ്കിൽ അത്ര സ്വാദ് പോരാ. അപ്പോൾ ഇനി അത് വേകട്ടെ. നമ്മൾ അടുത്ത പരിപാടി, ഇതിനൊരു അരപ്പ് തയ്യാറാക്കണം. അരപ്പെന്ന് പറഞ്ഞാൽ സാധാരണ തേങ്ങ അരപ്പാണ്. അതിന് വേണ്ടത് ഒരുപാട് അരപ്പ് വേണ്ടതാനും, തേങ്ങയൊന്നും വേണ്ടത് കഷ്ടിച്ച് 1 കപ്പ് തേങ്ങ ഉണ്ടോ, ഇത് ധാരാളം മതി. പിന്നെ ഒരു ശകലം പെരിഞ്ജീരകം. ഇത് മസാലക്കോപ്പുകളിൽ പെടും. പട്ട, ഗ്രാമ്പ്, ഏലക്ക, പെരിഞ്ജീരകം അതിൽ പെടുന്നതാണ്. ഇത് മാത്രം മതി. ഇതുപോലും ഇവിടുത്തെ അഭിപ്രായം വേണ്ടെന്നാണ് സാറിൻ്റെ, എങ്കിലും ഇന്നൊരു ശകലം ഇടുന്നു. ഒരിത്തിരി പെരിഞ്ജീരകം ഇട്ടു, ഒരു ചെറിയ വാസനയ്ക്ക്. പിന്നെ 4-5 മുളക്, മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒക്കെ നിങ്ങൾക്ക് വേണേൽ ഇടാം. പക്ഷേ ഇങ്ങനെ അരയ്ക്കുന്നതാണ് കൂടുതൽ സ്വാദ്. അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലി, ഒരു ശകലം കരിയേപ്പില. ഇതിനകത്ത് ഉള്ളിയും ഒക്കെ വേണ്ടവർക്ക് ഇടാൻ കേട്ടോ, ഇതിനൊന്നും ആവശ്യമില്ല.
അതായത് വെളുത്തുള്ളി ഇതിൽ അരച്ചും ചേർക്കണം, അങ്ങനെ സ്പൈസസ് അങ്ങ് ഒത്തിരി കൂട്ടണ്ടെന്നാണ്. ഇതിന് ഞാൻ ശകലം കൂടെ മല്ലി ചേർത്തു. മല്ലി വേണം ഇതിന്, തീയലിന് ചേർക്കുന്നതിനേക്കാൾ കൂടുതൽ മല്ലി കടലക്കറിക്ക് വേണം. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ടേബിൾ സ്പൂണാണേ, ടീസ്പൂണല്ല. ഒരുപാട് മൂക്കണ്ട, പക്ഷേ ചെറിയ തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് കുറച്ചൊന്ന് പാകമാകുമ്പോൾ ഞാൻ പറയാം. ഇതിപ്പോൾ പാകത്തിന് മൂത്തു, മണം വന്നു തുടങ്ങി. വേണമെങ്കിൽ ശകലം കൂടുതലാണെന്ന് തന്നെ പറയാം. കരിഞ്ഞൊന്നുമില്ല, തീയലിൻ്റെ അത്രയും പോകണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ കണക്കിന് ഇതിനി ഒന്ന് തണുത്തോട്ടെ. ഈ പാത്രത്തിൽ നിന്ന് ഞാൻ മാറ്റി വയ്ക്കും. കാരണം എന്താണെന്നോ, ഇതിന് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ചില്ലെങ്കിൽ അടി കുറച്ച് കൂടുതൽ മൂത്ത് പോകും. അതുകൊണ്ട് വേഗം തണുത്തോട്ടെ, ഒരു പ്ലേറ്റിലോട്ടിടാം. ഇതിലൊരു ശകലം പ്രഷർ ഇപ്പോഴും ഉണ്ട്, വേണമെങ്കിൽ തുറക്കാം. ഉണ്ടോ? ഇത് പ്രഷർ മുഴുവനും പോയി കഴിയുമ്പോൾ ആണ് വാസ്തവത്തിൽ തുറക്കേണ്ടത്. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് തണുപ്പിക്കണം. ഞാനിപ്പോൾ ഇച്ചിരി സമയം ലാഭിക്കാൻ വേണ്ടിയൊന്നും വെള്ളം ഒഴിച്ച് തണുപ്പിക്കാൻ പോയില്ല. പക്ഷേ ഇത് കണ്ടോ നിങ്ങൾ, ഒരാണി പോലെ. ഇത് പ്രഷർ കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ ഇത് പടവൊന്ന് താഴോട്ട് വീഴും. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് പടുക്കോന്ന് താഴോട്ട് വീഴുമ്പോഴാണ് ഇത് തുറക്കാവുന്നത്. അങ്ങനെ നമുക്ക് പുറത്തുനിന്നറിയാം പ്രഷർ പോയോ ഇല്ലയോ എന്ന്. ഈ പ്രഷർ കുക്കറിൽ ഇതറിയാം. ഇതില്ലാത്ത പ്രഷർ കുക്കറും ഉണ്ടാകാം കേട്ടോ, എനിക്കറിയില്ല. ഇവിടുത്തെ 2 പ്രഷർ കുക്കറിന് ഈ ആണിയുണ്ട്. നമ്മൾ ഈ സേഫ്റ്റി വാൽവ് ഒന്ന് സ്വയം താഴാൻ കാത്തിരുന്നതാണ് കേട്ടോ. തന്നെത്താൻ ഞാൻ തൊട്ടില്ല, അത് താഴോട്ട് പോയി. കാരണം ഇത് കണ്ടോ, ഒന്നുമില്ല. ഇങ്ങനെയൊക്കെ ചില ട്രിക്കുകൾ ഇതിലുണ്ട്. നന്നായിട്ട് 20 മിനിറ്റേ വെച്ചുള്ളൂ. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. ഇത് കണ്ടോ, ഇതൊന്ന് നോക്കൂ. ഇതാണ് നമ്മുടെ തേങ്ങ വറുത്ത് അരച്ചത്, മുളകും മല്ലിയും മാത്രം ഇട്ട്. അതിനി നമുക്കിതിലോട്ട് ചേർക്കാം. ഇനി ഇത് തിളയ്ക്കട്ടെ. ഇത് നോക്കൂ, ഇത് തിളച്ചു, കുറുകിയില്ല. ശകലം നേരം ഇരുന്നാൽ ഒന്ന് തണുക്കുമ്പം നല്ല പാത്രപാകം വരും. അപ്പോഴിത് പുട്ടിനോ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കഴിക്കാം. അങ്ങനെയൊരു ഡിഷാണ് കടലക്കറി, കടല. ഇത് താഴെ വയ്ക്കാം. ഇനി ഇത് കടുക് വറക്കണം, മുഴുവനായിട്ടില്ല. നല്ല എല്ലാം വെജിറ്റബിൾസും ഒക്കെ ഇതിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നല്ല ഒരു കുറച്ച് തണുത്ത് കഴിയുമ്പം നല്ല അസൽ. ഇപ്പോഴേ അസലാണ്, പക്ഷേ കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ കുറേ കൂടെ അസലാവും. ഏത് കറി അങ്ങനെയാണ്, വെച്ചൊരു കുറച്ച് സമയം കഴിയണം, ഒട്ടനെ കോരിയെടുക്കരുത്. പാത്രപാകം വരിക എന്ന് പറയുന്നത് ആ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഇരിക്കുന്നതിനാണ് ഞാൻ ഈ പാത്രപാകം വളരെ പ്രധാനമാണ് പണ്ടുള്ളവർക്കൊക്കെ. ഇനി കടുക് വറക്കാം. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. തേങ്ങാക്കൊത്ത് വറുത്തിടണം. ഉള്ളി, ഒന്ന് ചുമന്നാൽ മതി രണ്ടും. നമ്മുടെ സ്പെഷ്യലായ കടല ക്യാരറ്റ് കറി റെഡിയായി. ഒരല്പം കഴിഞ്ഞാൽ കഴിക്കുകയുമാകാം. ജസ്റ്റ് ഒന്ന് കുറുകി കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് വേണ്ടവർക്കെല്ലാം കഴിക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ ശ്രമിക്കുക.